जनार्दन सबसे विजिट है वेरी इंपॉर्टेंट। आप लोग वेट करो और अनाउंस करते ठीक है। नमस्कार। एक आवश्यक सूचना जनार्दन जी उम्र 82 साल केरला से लंदन से आए हुए हैं। कहीं भी दिखे तो കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള ജനാർദ്ദൻ 82 വയസ്സ്. ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അധികം ജില്ല നമ്പർ 576 എത്തിച്ചേരുന്നത്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായ മകൻ ചന്ദ്രൻ, മരുമകൾ രമ, കൊച്ചുമക്കളായ അനു, അഭിജിത്ത് പില്ലർ നമ്പർ 576 മുന്നിൽ എത്തിച്ചേരുക. അപ്പോൾ ഇത് കേൾക്കുന്നുണ്ട്. വേണം ഞങ്ങൾ നോക്കിയിരിക്കും. ഇവിടെ മലയാളത്തിൽ ഞങ്ങൾ അപ്പൂപ്പന്റെ ആ ഈ സൗണ്ട് നല്ല പരിചയം വളരെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കേട്ടില്ല വലിയൊരു ഫാനാണ്. ആളുകൾ എവിടെ കേട്ടാലും കേട്ടിട്ടുണ്ട്. ഞാൻ കൂടുതലാണ്. പക്ഷേ മലയാളത്തിൽ സാറിന്റെ സാറിന്റെ അച്ഛൻ അനിയൻ അമ്മ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും പറയാം ശരിക്കും നിങ്ങൾ എന്തിനാണ് താല്പര്യമാണ്? സുഖയുടെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം ആഗ്രഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിൽ ഈ പ്രായത്തിലുള്ള ആൾക്കാർ ജീവിതത്തിൽ അവസരം കിട്ടും. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആഗ്രഹമായിട്ടുള്ളവരാണ്. ചിലവർ മരിക്കുന്ന ആഗ്രഹത്തോട് വരുന്നത് അല്ല. എല്ലാം പ്രകൃതിയുടെ വിശ്വാസമാണ്. മോക്ഷബോധം ജീവിതത്തിൽ എല്ലാ സമ്പാദ്യങ്ങളും ജീവിക്കുന്നത് അല്ലാതെ തുച്ഛമായ ദേശത്ത് ജീവിക്കുന്നത്. വർഷത്തിൽ 10-30 ദിവസമെങ്കിലും നാട്ടിൽ നിന്നിട്ട് വരാം. അപ്പൊ സാധാരണ അവരുടെ വീട്ടുകാർ വന്ന് അന്വേഷിച്ച് 2-3 ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും. രക്ഷപ്പെടുന്നില്ല. നമുക്ക് സാധുത സ്ഥലങ്ങളിലൊക്കെ പോയി നേരത്തെ അന്വേഷിക്കും. ഇതിനൊക്കെ തന്നെ നമുക്കറിയില്ല. നമുക്ക് നമസ്കാരം. ഞാൻ പറഞ്ഞത് ഗുരുതരാണ്. ചേട്ടന്റെ ഫാമിലി താഴെ വരുന്നുണ്ട്. ചേട്ടനെ കാണാൻ മിക്കാരും കാണുന്നു. സംസാരിച്ച തീരാവുന്ന വിഷയത്തിലുണ്ടാവും. സംസാരിക്കാൻ എനിക്കായിട്ടൊന്നും ചേട്ടാ ഒരു കുടുംബമൊക്കെ ആവുമ്പോൾ ഇങ്ങനത്തെ പല പ്രശ്നം അതൊക്കെ കണ്ടതിന് മനസ്സിലാക്കുന്നത് നമ്മളെ കൊണ്ടാക്കാൻ സ്നേഹിതാക്കുന്നു. അവരെ ഇത്തിരി അന്വേഷിച്ചു എത്ര തന്നെ നമുക്ക് ഞങ്ങൾ അതെ അതെല്ലാവരും അച്ഛനും അമ്മയും മക്കളൊക്കെ ഒന്നുകൂടി അപ്പൊ ഇതിനായിട്ട് വീട്ടിൽ നല്ല ഇറങ്ങിപ്പോയി.
ഇവിടെ കിടന്ന് കൂടുതൽ സംസാരിക്കണം വഴക്കൂടാനും നിൽക്കണ്ട. ഒരാളും കുട്ടി ട്രെയിൻ ചെയ്തിരിക്കുക. ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അനങ്ങാൻ പാടില്ല. ഇല്ലെങ്കിലും കാണാനും എനിക്കറിയാമായിരുന്നു എന്തെങ്കിലും തിരിച്ചു വരും. ഇപ്പൊ അതിലെ സന്തോഷമായില്ലേ? ഇത്രയും ഒരു ജീവിതം. അതെ, ഇല്ലേ കണ്ടുപിടിച്ചെടുക്കുന്നത് മക്കളുടെ കൂടെ പൂർണ്ണ സന്തോഷവും തോന്നി മക്കളെ പറയാനില്ല. ആളിപ്പോയി ഞാനേ ഒരു വിധത്തിൽ പറഞ്ഞ സംബന്ധിച്ചു ആളുകൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ യാത്ര പറഞ്ഞു അത്രേ ഉള്ളൂ. ഇവിടെ പറയാൻ നോക്കുന്നുണ്ടല്ലേ സാറ് ഇപ്പോൾ സാറ് ബനാറസ് വന്നപ്പോൾ അവിടുത്തെ സുഹൃത്തുക്കാർ 2000 നടത്തിയതാണ്. എന്റെ അല്ല ഒരു പ്രമോഷനില്ലാത്തത് വരുമ്പോ സന്തോഷിക്കണം. ഇതല്ലേ അങ്ങനെ വന്നിട്ട് താഴേക്ക് വെച്ചത് മനസ്സിലാക്കി വിദ്യാർത്ഥികളാണെങ്കിൽ വളരെ ഇങ്ങനെ കയറും അതിനെ വിടുന്ന മാനവജനങ്ങൾ ഒത്തിരിയാണ് ഞാൻ തന്നെ പറയുന്നത് എല്ലാത്തിനും ഞാൻ മാത്രമല്ല മോനെ ഈ ഉത്തരവാദിത്തത്തിന്റെ കാര്യം പറയുന്നത്. അപ്പൊ ഇവരെ കുറിച്ച് എന്തെങ്കിലും കാര്യം അറിയാം. അപ്പൊ കഴിക്കുന്ന മരുന്ന് ഏതാണെന്ന് അറിയാം. അപ്പൂപ്പന്റെ കണ്ണാടിയുടെ പവർ എന്താണെന്ന് അറിയാം. ഒന്നും വേണ്ട. അപ്പൂപ്പനിട്ടുള്ള ഒരു ആഹാരം എന്താണെന്ന് പറയാം. ഇതിലൊക്കെ പെട്ടെന്ന് നോക്കി വെച്ചത് ഉത്തരവാദിത്തം ഈ പറഞ്ഞ എന്റെ കാര്യങ്ങളില്ലല്ലോ. നിങ്ങളൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അത്രയൊക്കെ ചോദിച്ചാൽ മതി. എത്ര ദിവസം ഇവിടെ തപ്പി കഴിഞ്ഞ് നടന്നു. എന്നിട്ട് എന്തെങ്കിലും നടന്നു. എത്ര പ്രാവശ്യം അനൗൺസ് ചെയ്തു. എനിക്ക് ഉറപ്പുള്ള അപ്പൂപ്പിന്റെ എവിടെയെങ്കിലും കേട്ടോണ്ടിരിക്കുന്നതാണ്. പക്ഷെ വരില്ല. എന്തിനാണ് വരാൻ പറ്റുന്ന എന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് വന്നത് ഞാൻ എല്ലാവരും തിരിച്ചെടുക്കാനൊന്നും ഉണ്ടാകാൻ പറ്റും. അതാണ് ഏറ്റവും വലുത്. ഒരു സർക്കാർ നമുക്ക് കാലത്ത് അത് കുടുംബത്തിൽ നിന്നാണ് മാറ്റം. കുടുംബത്തിന്റെ കാര്യം അങ്ങനെ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് അഭിപ്രായത്തിൽ പഠിച്ചുകൊണ്ട കാര്യം ഉണ്ടായിരുന്നു. ആ ചെറുക്കൻ UK അമേരിക്കയിൽ എവിടെയെങ്കിലും പഠിക്കാൻ പോകാനിരിക്കുന്നു. അമ്മ വീട് വിറ്റിട്ട് കാര്യം കൊടുത്തിട്ടുള്ളത് ഇവിടെ അത്രയും കാലം ചെയ്യുന്നുണ്ട്. അത്രയും കാലമായിട്ട് അനുഭവിക്കും.